ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. സിനിമാ മേഖലയിലെ ഒരു പ്രമുഖ നടന് താക്കീത് നൽകിയിരിക്കുന്നു നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ. Rewind the incidents, man. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ ഈ പറയുമ്പോ ആ നടൻ ഇത് കാണും. ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തിപരമായി ഉദ്ദേശിച്ച് സംസാരിച്ച ആ നടൻ നിവിൻ പോളിയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. ഞാൻ ഈ നടനെതിരെ, നിങ്ങൾ ഈ പറയുന്ന നടനെതിരെ, പർട്ടിക്കുലർ നടനെതിരെ ഞാൻ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. പേര് പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാവുകയും അത് വിവാദമാവുകയും ചെയ്തു. ഒരുമാതിരി ബൂർഷ ടോണിൽ എന്നോട് സംസാരിക്കരുത്. സംസാരിച്ചാണ് എന്ത് ചെയ്യൂ? ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. I feel something fishy. പരാമർശിക്കേണ്ട സമയത്ത് പറയേണ്ടതാണെങ്കിൽ പേടിയില്ലാതെ തന്നെ പറയുക തന്നെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടി. നിവിൻ പോളി ആണെന്ന ചോദ്യത്തിന് ആണെന്നും അല്ലെന്നും ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നില്ല. പക്ഷേ അതിന് പകരം ഒരു ഇരവാദം തന്നെ ഉന്നയിക്കുകയാണ്. കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട കത്തിച്ചോളാം. പക്ഷെ ഇപ്പോഴും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിവിൻ പോളി ആണെന്ന് സോഷ്യൽ മീഡിയയിലടക്കം സിനിമാ മേഖലയിലടക്കം സൂചനകൾ വരുമ്പോഴും അത് തള്ളിപ്പറയാനോ അത് ഉൾക്കൊള്ളാനോ ലിസ്റ്റിൻ സ്റ്റീഫൻ തയ്യാറായിട്ടില്ലെന്ന വസ്തുതയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഒരു നടനെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ വ്യക്തിപരമായിട്ട് എന്താ പറയുക, ആ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് പേര് പറയാലോ. എനിക്ക് അതല്ലല്ലോ നമ്മുടെ കയ്യബദ്ധം. നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. Please subscribe.